ഹായ്. രാവിലെ ഭയങ്കര ജോലിയായിരുന്നേ. അപ്പം ഞാൻ മീൻ വെച്ചു. അന്നേരം ഓർത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാമല്ലോ, നമുക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുള്ളപ്പം നമ്മൾ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കിയെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് അതങ്ങ് വീഡിയോ ഫോർമാറ്റിലേക്കാക്കി. നമുക്കിന്ന് കിട്ടിയ പാരമീനാണേ, പാര. അപ്പം ഞാനത് പീര വെക്കാൻ പോവാം. പീര വെക്കാൻ പോവാം. അപ്പം തേങ്ങ, കുറച്ച് കാന്താരി, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് സവാള. കാരണം ഇപ്പം തന്നെ സമയം ഒത്തിരി താമസിച്ചു. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊന്നും പൊളിച്ചിരിക്കാനുള്ള സമയമില്ല. കുറച്ച് സവാള, മുളക് പൊടി, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ചതയ്ക്കാനിടുന്നത്. കുരുമുളക് പൊടി തീർന്നു. അപ്പം നമുക്ക് അത്രയും കൂടെ ഞാൻ വെച്ച് ചതച്ചു നന്നായിട്ട്. കറിവേപ്പില തീർന്നു പോയി. ഞാൻ എൻ്റെ കൊച്ചു കറിവേപ്പിൽ നിന്ന് ഒരിച്ചിരി എടുത്തുകൊണ്ട് വന്നതാണ്. കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പുളി, പിന്നെ നമ്മുടെ സ്വന്തം പച്ചമുളക്, നല്ല എരിയുള്ള പച്ചമുളകാണ്. അതും കൂടി ഇട്ട് ചതച്ച് വെച്ച അരപ്പൂടെ അങ്ങോട്ടിട്ട് നമുക്കൊരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മീനും പറക്കിയിട്ട് നമുക്ക് നല്ല പീര വെക്കാം. അപ്പോൾ രാവിലെ ഞാനല്ല മീൻ വാങ്ങിക്കാൻ പോയ, അച്ഛനായിരുന്നു. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് കണ്ണിനൊരു കമ്പ കൊണ്ട് ഒരു ഇച്ചിരി ഇതിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് രണ്ട് വീട്ടിലും കൂടെ ഒറ്റ പാചകമാണ്. അപ്പോൾ ഞാൻ എന്തോ മീനാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അങ്ങ് അവിയൽ വെച്ചു. രാവിലെ പയർ മെഴുക്ക് പുരട്ടി വെച്ചു. പൊതിക്ക് മീൻ വറുത്ത് കൊടുത്തു വിട്ടു. ഇന്നലത്തെ മീനുണ്ടായിരുന്നു. പാരയാണ് ചെറുത്. ഇത് കറി വെക്കാൻ കൊള്ളത്തില്ല, മുളക് കറി. അന്നേരം ഇന്നെല്ലാം അങ്ങ് തേങ്ങാക്കറിയാണ്. പിന്നെ കറി വെച്ച ഒരുമാതിരി മുളകും ഒന്നും പിടിക്കാത്ത പോലെ ഇരിക്കും. തോരൻ വെച്ചാൽ പിന്നെ കൊള്ളാം. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചായിരുന്നേ. അടുപ്പേ വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇല്ലേ, വറ്റിച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന ഇതുപോലത്തെ ചെറിയ കുഞ്ഞു വീഡിയോകൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമ്മുടെ മീൻ ഇവിടെ വറ്റി റെഡിയായി. കണ്ടോ? അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഇട്ട് കുളിക്കാൻ പോവാം. എന്നിട്ട് ഞാൻ ചോറ് വിളമ്പുന്ന കാണിക്കാമേ. കുറേ നാളായി ഉച്ചയ്ക്ക് ചോറ് വിളമ്പുന്ന വീഡിയോ എടുത്തിട്ട്. അപ്പം ഞാൻ ചോറ് വിളമ്പുന്ന കാണിക്കാം. നല്ല കുത്തരി ചോറ്, രാവിലത്തെ പയർ മെഴുക്ക് പുരട്ടി, രാവിലെ പൊതിക്ക് വെച്ചാണ് അവിയൽ. കുക്കറിനകത്ത് ഒരു വിസിൽ കേൾക്കാൻ വെച്ചതാണ്, പക്ഷേ 2 വിസിലായിപ്പോയി. അതിപ്പോൾ അവിയൽ എരിശ്ശേരി പോലെ ആയിപ്പോയി. സാരമില്ല. നമ്മുടെ മീൻ പീര നല്ല പുളിയൊക്കെ ഉണ്ട്. ഇതെന്തുവാണെന്നറിയാമോ? രാവിലെ പൂരിക്കുണ്ടാക്കിയ ഉള്ളിക്കറിയാണ്. അപ്പം അതും കൂടെ എടുത്ത് ഞാൻ ചോറിനാൻ പോവാം. ഓക്കേ, താങ്ക് യു.